ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെല്ലാവരും കൂടി എയർപോർട്ടിൽ പോവാണ്. അപ്പോൾ എയർപോർട്ടിൽ പോകുന്നത് എന്തിനാണെന്ന് വിചാരിക്കും അല്ലേ? അത് വരുമ്പോൾ കണ്ടാൽ മതിയോ അല്ലെങ്കിൽ ഇപ്പോൾ പറയാം. അപ്പം നമ്മൾ ഇന്ന് ഷീനയുടെ അമ്മ വരാണ്. അപ്പം അമ്മേനെ പിക്ക് ചെയ്യാനാണ് നമ്മളിന്ന് എയർപോർട്ടിൽ പോണത്. പിന്നെ കിച്ചുണ്ട്, നമ്മൾ പിള്ളേരെല്ലാവരുമായിട്ടാണ് പോണത്. ഒരു പട തന്നെയായിട്ടാണ് പോണത്. പിന്നെ കിച്ചുവിൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് എയർപോർട്ടിൽ അവരെ എടുക്കാനാണ് നമ്മളെല്ലാവരും പോണത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. എന്തായാലും വല്ലപ്പോഴും ഇടയ്ക്ക് വീഡിയോ ഇടണുള്ളൂ. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ഇടാം, രസമല്ലേ? അപ്പോൾ ദേ ഞങ്ങൾ ഇപ്പോൾ വാലുകൂട്ടി ഇറങ്ങി, അവരത് നടന്നു കറിയിക്കി. അപ്പോൾ നമുക്കിനി പോയിക്കൊണ്ട് വിശേഷങ്ങൾ പറയാമല്ലേ? ഇന്നും നല്ല കാറ്റാട്ടാ. ഇവിടെ കണ്ടോ, ഇത്ര കാറ്റാ. ഇങ്ങോട്ട് നടക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ വീട്ടിലേക്ക് പോകണമെങ്കിൽ ബാക്കോട്ട് നടക്കേണ്ട അവസ്ഥയാണ്. അവർ ജാക്കറ്റ് എടുക്കാൻ മറന്നുപോയി. വർത്താനം പറഞ്ഞപ്പോൾ ജാക്കറ്റ് എടുക്കാൻ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല കാറ്റ് അവിടെ. എന്നാൽ ജാക്കറ്റ് ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിക്കണ്ടാവും നിങ്ങൾ. പക്ഷെ കാറിൽ കയറുമ്പോൾ നമ്മൾ ഹീറ്റർ ഓൺ ആക്കുമല്ലോ, പിന്നെ അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ യൂട്യൂബ് ചാനൽ നിന്നെടുക്കട്ടെ ഞാൻ. ടാറ്റ പറയടാ. ടാറ്റ, ഞങ്ങളുടെ അയൽവാസി. താനതേ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ളതാണ് ഇവര്. താനതേ അങ്ങോട്ട് പോയി ഉണ്ണീനോട് ടാറ്റ പറയാനായിട്ട്. അവനല്ലേ വീഡിയോയിൽ പെടാണ്ടിരിക്കാൻ വേണ്ടി ഒളിച്ച് നിൽക്കാട്ടാ. ഞാൻ ഫോണെടുത്ത് അപ്പോൾ ജാനി എവിടെ പോണ്? നാട്ടിൽ പോണ നീ? മീറ്റു ശിവൻ പോണ്? നാട്ടില് പോവല്ല, അച്ചാച്ചനെയും അമ്മാമേനെയും കൊണ്ടുവരാൻ പോണ് എയർപോർട്ടിൽ നിന്ന്. അച്ഛമ്മനെ കൊണ്ടുവരണ്ടേ? ആ അങ്ങനെ. ആ ഓക്കെ. വലിക്കുന്ന സൗണ്ട് നീയായിരുന്നാ? കാറ്റ് കാരണം കിളിക്ക് പറക്കാൻ പറ്റാണ്ട് അല്ലേ? മഴയാണ്, മഴ. മഴ പെയ്യണില്ലേ? വീഡിയോക്ക് വേണ്ടി പറഞ്ഞു. മഴയുണ്ട്, മഴ ചാറുന്നുണ്ട്. 18:50 ലേറ്റാ? ഫ്ലൈറ്റ് ലേറ്റാ? ഷെഡ്യൂൾ ടൈം 18:20 6:20. ഇപ്പൊ 18:50. എനിക്ക് തോന്നേ ക്ലൈമറ്റ് ഇഷ്യൂ കണ്ടായിരിക്കാം. മഴക്കാര് കണ്ടോ, മഴക്കാര്. മഴ ചാറുന്നുണ്ട്. നമ്മുടെ പിള്ളേഴ്സൊക്കെ ദേ ഉറങ്ങിട്ടാ. ഫ്ലാറ്റ് ഒക്കെ ഉറങ്ങി. ശിവ മാച്ച് ആര്? കിച്ചു. കിച്ചുന്റെ ജാക്കറ്റ് സെയിം ആണോ ശിവയുടെയും? ചൂടായതല്ലേ. ഫുഡൊക്കെ കഴിച്ച് നമ്മളിപ്പോ എയർപോർട്ടിലേക്ക് പോവാണ്ട. ഇവിടുന്ന് 3-4 മിനിറ്റ് ഉള്ളൂ. നമ്മളൊക്കെ ഇപ്പൊ ഇവിടെ കേറിയതാണ്. അവരെ കോള് വന്നിട്ട് പോവാന്ന് വിചാരിച്ചിട്ട്. ഇന്ന് ഭയങ്കര പൊട്ട ക്ലൈമറ്റാട്ടാ. മഴച്ചാറിലുണ്ട്. ഫ്ലൈറ്റ് പോണ സൗണ്ട്. മഴച്ചാറിലുണ്ട്, ഭയങ്കര കാറ്റ്, മഴക്കാര്. നമ്മളിങ്ങനെ ഇരുട്ട് കൂടിയൊക്കെ നിൽക്കില്ലേ, പിന്നെ ഭയങ്കര തണവ്. അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണെന്ന്.
കുഴപ്പമില്ല എന്നാലും ഇറങ്ങില്ല പറ്റില്ല. നീ നോക്കിയേ ഭയങ്കര സൗണ്ട്. പക്ഷെ എവിടെയാന്ന് ഒരു പിടുത്തം കിട്ടണില്ല ഫ്ലൈറ്റ്. ഒന്നാമത് മഴക്കാരുണ്ട്, പക്ഷെ എന്നാലും ഇത്ര അടുത്തായിട്ടും കാണാണ്ടിരിക്കാന്ന് വെച്ചാ ഭയങ്കര സൗണ്ടായിരുന്നു. പക്ഷെ ഏത് സൈഡിൽ കൂടെ നോക്കിയിട്ടും ഫ്ലൈറ്റ് കാണുന്നില്ല. സൗണ്ട് കേൾക്കണ്ട നിങ്ങൾക്ക്? കണ്ട ഭയങ്കര സൗണ്ട് കേൾക്കണ്ടേ? എവിടെയാന്ന് ഒരു പിടുത്തില്ല അല്ലേ? എന്റെ പൊന്നോ, ആ എന്തോ പോലെ സൗണ്ട്. ആര് വഴി തെറ്റി ഗൈസ്, വഴി തെറ്റി. മറ്റേ ഇവര് പോയില്ലേ? അവര് ചോദിക്കണ ഇവരെന്താ ഇവിടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കണത്? ഇപ്പുറത്ത് ഈ സൈഡില് ഫ്ലൈറ്റ് കാണാട്ടാ. ശിവ ഒന്നും മിണ്ടാണ്ടിരിക്കോ? ഫ്ലൈറ്റ് നോക്കി ശിവ അവിടെ പുറത്ത്. അവിടെ ടെർമിനലിന് എഴുതിയിട്ടുണ്ടല്ലോ. ആ കാണുന്നത് ഫുള്ള് കാർ പാർക്കിംഗ്. ഈ ബിൽഡിംഗ് ലൈറ്റ് കാണുന്നത് ഫ്ലാറ്റ് ഒന്നല്ല, ഫുൾ കാർ പാർക്കിംഗ്. അപ്പൊ നമ്മളത് എയർപോർട്ടിൽ എത്തി. അങ്ങനെ വിജയകരമായി കറങ്ങി കറങ്ങി ഞങ്ങൾ എത്തി. അപ്പൊ നമ്മളിനി അകത്തേക്ക് കടന്നിട്ട് വീഡിയോ എടുക്കാട്ടാ. പൂ നോക്കട്ടെ. ആ സൂപ്പർ. ജാനി പൂ നോട്ടെ. ഞങ്ങൾ വൈറ്റ് ആട്ടോ വാങ്ങിച്ചേ. കിച്ചന് കളർഫുൾ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വൈറ്റ് സെലക്ട് ചെയ്തു. ഞങ്ങൾ ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. ശിവ എവിടെ? പൊന്നെ കയ്യൊന്നിടല്ലോ എവിടെ? തന്നെ അതുപോലത്തെ വില കളഞ്ഞാ? കിച്ചു തന്ന പൂവ് അച്ചാച്ചിക്ക് കൊടുക്കണം കേട്ടാ. ശിവ അച്ചാച്ചിക്ക് കൊടുക്കണേ. ആ ജാരിയുടെ അച്ചി ചെല്ല് പൂ കൊടുക്ക. അച്ചാച്ചി കൊടുക്കണ ശിവ. ചോദിച്ചാ ഇങ്ങനെ വരയ്ക്കായിരുന്നു. ഇങ്ങനെ എല്ലാവരും വന്നു, എല്ലാവരെയും കിട്ടി. കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു നമ്മൾ. കുറേ എന്തിനാ ഇവരെ കൊണ്ടുവന്നേ, കുട്ടികളെ നോക്കാനാണോ, അതാണോ ഇതാണോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചെന്ന് പറഞ്ഞു. അമ്മ ആകെ ടെൻഷനായി പോയി. അതാണ് പ്രശ്നം. ഈ എമിഗ്രേഷനിൽ വരുമ്പോൾ അവർ ഓരോന്നൊക്കെ ചോദിക്കും. ചിലവരൊന്നും ചോദിക്കില്ല കേട്ടോ, പക്ഷെ ചിലർ കുറേ ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ഒരു ടെൻഷൻ പിടിച്ച പാട്ട്. നമ്മുടെ കാർ ഇതാ എത്തി. നമ്മുടെ കാർ ഇവിടെ എയർപോർട്ടിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. എന്നിട്ടാണ് നഗുൽ പോയത്. അപ്പോൾ അവർ തിരിച്ചു കൊണ്ട് തന്നു. ഇനി നമ്മൾ നമ്മുടെ കാറിൽ പോവും, അവർ അവരെ കാറിൽ പോവും. കാരണം അല്ലെങ്കിൽ എല്ലാവരും കൂടി ലഗേജ് കൊള്ളില്ലല്ലോ. അപ്പോൾ ഇത് എല്ലാവരും എത്തി, നമ്മൾ തിരിച്ച് പോവാണ്. അപ്പം നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത മൊമെൻ്റാണത്. അതായത് ടെൻഷനോട് കൂടിയിട്ട്. ഹാപ്പി മാത്രമല്ല, ഇവിടെ എത്തണ വരെ ടെൻഷനായിരുന്നു നമുക്ക്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആവുന്നുണ്ട്, യുദ്ധം, അത് ഇതൊക്കെ. പിന്നെ നമ്മൾ ദുബായ് കണക്ഷനായിരുന്നു. അപ്പോൾ ഭയങ്കര ടെൻഷനിലായിരുന്നു. എന്തായാലും എല്ലാം നല്ല രീതിയിൽ നടന്നതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക കേട്ടോ. കേരള ഹട്ടിലാണ് വന്നിരിക്കണേ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക. നീ എന്നെ കളിയാക്കി ചിരിച്ചാ?
അങ്ങനെ നമ്മളെല്ലാവരും എയർപോർട്ടിൽ നിന്ന് യാത്ര തിരിച്ചു, റിലാക്സായി, എല്ലാവരെയും കയ്യിൽ കിട്ടി. ഇനി നമ്മൾ നേരെ പോണത് ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കണേ. ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫുഡൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുറേ ടൈമായില്ലേ, പിള്ളേർക്കും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മ വന്നു. കമോൺ. അമ്മ ജാക്കറ്റ് പോലും ഊരിയിട്ടില്ല. അമ്മയ്ക്ക് തണുത്തിട്ട് പാടില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം അമ്മ ഏപ്രിൽ ലാസ്റ്റാ വന്നേ, ഇപ്രാവശ്യം മാർച്ച് ലാസ്റ്റ്. അപ്പോൾ ഇവിടെ നല്ല തണവാണ്. എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് 2.5 മണിക്കൂറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ വീട്ടിലേക്ക് കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി 45-50 മിനിറ്റ്സ് ഉള്ള വീട്ടിൽ. 11 മണി കഴിഞ്ഞു. അപ്പോൾ അതങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. തിരിച്ച് വീണ്ടും ഇറങ്ങി, വീണ്ടും യാത്ര തിരിക്കുകയാണ് വീട്ടിലോട്ട്.